പുനർജനി പദ്ധതിയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ സിബിഐ അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ. പദ്ധതിയുടെ പേരിൽ വിദേശത്ത് ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേടിൽ സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കാണ് ശുപാർശ നൽകിയത്. ഒരു വർഷം മുമ്പ് വിജിലൻസ് നൽകിയ ശുപാർശയുടെ വിവരങ്ങൾ പുറത്തുവന്നു. രാഷ്ട്രീയ ചർച്ചയാവുന്ന ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം മുമ്പാണ് വിജിലൻസ് CBI അന്വേഷണത്തിന് ശുപാർശ നൽകിയത്. അന്ന് മുഖ്യമന്ത്രിക്ക് നൽകിയ ശുപാർശയുടെ പകർപ്പ് ഇപ്പോഴാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. 2018 പ്രളയമുണ്ടായ സമയത്ത് അതായത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മണ്ഡലത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കും തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി പുനർജനി എന്നൊരു പദ്ധതിക്ക് രൂപം നൽകിയിരുന്നു. ഇതിന്റെ നടത്തിപ്പിനായിട്ടാണ് UK കേന്ദ്രീകരിച്ച മണപ്പാട്ട് എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു ചാരിറ്റബിൾ സംഘടനയുമായി ചേർന്നുകൊണ്ട് ഫണ്ട് സ്വരൂപിച്ചു എന്നുള്ളതാണ് പ്രഥമ ദൃഷ്ട്യാ ഉള്ള ഏറ്റവും വലിയ ആരോപണവും വിജിലൻസിന്റെ കണ്ടെത്തലും. ഇതിൽ വിജിലൻസ് പറയുന്നത് വിദേശ നാണ്യ വിനിമയ നിയമം അനുസരിച്ച് അതിന്റെ ലംഘനം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഫെറ ലംഘനം നടന്നിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. അത് മാത്രവുമല്ല, സ്പീക്കറുടെ 240 അനുച്ഛേദം അനുസരിച്ച് സ്പീക്കർക്കും നടപടിയെടുക്കാനുള്ള കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ 2 തരത്തിലുള്ള ആരോപണങ്ങളാണ് വിജിലൻസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ ഉള്ളത്. ഈ 2 റിപ്പോർട്ടുകളെയും പൂർണ്ണമായും കോൺഗ്രസും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും തള്ളിക്കളയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPIMന്റെ മുതിർന്ന നേതാക്കന്മാർ ആരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രതികരിച്ചിട്ടില്ല. അവർ പിന്നീട് പ്രതികരിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഈ പ്രതിപക്ഷം വലിയ തരത്തിൽ ഭരണപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ചും സ്വർണ്ണപ്പാളി വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ മാത്രവുമല്ല, ഭരണപക്ഷത്തുള്ള അല്ലെങ്കിൽ CPIMന്റെ 3 നേതാക്കളാണ് സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജയിലിൽ കഴിഞ്ഞ്. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ ആരോപണങ്ങളായി പ്രതിപക്ഷം ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിനെതിരെ തന്നെ ഒരു CBI അന്വേഷണത്തിലുള്ള ശുപാർശ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇതിൽ വിദേശ നാണ്യ വിനിമയ നിയമം അനുസരിച്ച് വലിയ തരത്തിലുള്ള ലംഘനം നടന്നു എന്ന് വിജിലൻസിന്റെ കണ്ടെത്തൽ ഉണ്ടെങ്കിൽ തന്നെയും അതിനെയൊക്കെ തന്നെ പാടെ നിരസിക്കുകയാണ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസും. അത്തരത്തിൽ എന്തെങ്കിലും നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായും നടപടിയായി എടുത്തോളൂ, CBI അല്ല, ആരും അന്വേഷിച്ചാലും പ്രശ്നമില്ല എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, രാഷ്ട്രീയപരമായും നിയമപരമായും ഇതിനെ നേരിടും എന്നും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയപരമായ ചർച്ചകൾക്കും ആരോപണ പ്രത്യാരോപണങ്ങൾക്കും ഇത് വഴിവെക്കും എന്നുള്ളത് ഉറപ്പാണ്. മാത്രവുമല്ല, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം, ഏകദേശം മാർച്ച് അവസാനത്തോടു കൂടി തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ജനുവരിയുടെ ആദ്യ വാരത്തിൽ തന്നെ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യത്തിൽ ഒരു വിജിലൻസ് റിപ്പോർട്ട് തന്നെ വന്നിരിക്കുന്നത്. അതിനെ എന്തായാലും ഇടതുമുന്നണി വെറുതെ വിടില്ല, കൃത്യമായി അവർ രാഷ്ട്രീയ ആയുധമായി തന്നെ ഉപയോഗിക്കുകയും ചെയ്യും. അതേസമയം കോൺഗ്രസ് പറയുന്നത് 2018 മുതൽ ഇത്രയും നാൾ 6 വർഷക്കാലം വിവിധ ഏജൻസികൾ അന്വേഷിച്ചിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ഇതിൽ ഒന്നും തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. താൻ അത്തരത്തിൽ ഒരു വിദേശ നാണ്യ വിനിമയ നിയമം ലംഘിച്ചിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവും പറയുന്നു. എന്തായാലും ഈ UK നടന്ന കൂടിക്കാഴ്ചയിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ നടന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് സ്വകാര്യ സന്ദർശനം എന്ന പേരിൽ വിദേശത്തേക്ക് പോവുകയും അവിടെ വെച്ച് ഈ സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടി ശ്രമിച്ചു എന്നുമാണ് ഒരു ആരോപണം. ഇത്തരത്തിൽ ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം ഏറ്റെടുക്കുമോ, വരുമോ, അതോ ഈ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഇത് CBIക്ക് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട റിപ്പോർട്ട് നൽകുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ.